പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് ഞാൻ പാട്ടുപാടി പുഴയിൽ നടന്നാൽ വളയാത്ത ഒരു പെൺകുട്ടിയും ഈ നാട്ടിലില്ല. അയ്യോ, ഞാൻ എൻ്റെ സത്യം മറന്നുപോയി. കളരി പരമ്പര ദൈവങ്ങളാണ്, നേരമ്മാവനാണ്, നുണയമ്മായിയാണ്. സത്യം സത്യം എന്ത് പറ്റി ശേഖര? അവിടത്തേക്കാണെന്നല്ല, ഒരു സ്ഥലത്തും തേക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതല്ല, അവിടത്തേക്ക് ദുഃഖമുണ്ടാവുന്ന ഒരു കാര്യം അറിയിക്കുവാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയൂ ശേഖര. ഇടവന്നൂർ മഠത്തിലെ അറിയിൽ സൂക്ഷിച്ചിരുന്ന വജ്രമാല ആരോ മോഷ്ടിച്ചു. കാണാതായത് വജ്രമാലയാണെങ്കിൽ അത് മോഷ്ടിച്ചതും അവനായിരിക്കും. അവനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രച്ഛന്ന വേഷം കിട്ടിയേ മതിയായി. ഐഡിയ. ഈ കറുത്ത മരകടത്തിന്റെ കവിള തൊട്ടിച്ചാൽ എന്നെ പ്രസവിച്ച അമ്മ പോലും എന്നെ തിരിച്ചറിയില്ല. ഞാനിതാ എത്തി. വളരെ നിഷ്പ്രയാസം ഈ വജ്രമാല നമ്മൾ കൈകലാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ഷിപ്പിൽ തന്നെ ഞാൻ സിംഗപ്പൂരിലേക്ക് പറക്കും. നമ്മുടെ ആഡംബരം എല്ലാവരും ഒന്ന് കാണിക്കാൻ. എവിടെ നമ്മുടെ ക്യാമറ നിർത്തി ഈ ക്ലാര ഈ സന്തോഷവേള ഒന്ന് ആഘോഷിക്കട്ടെ. കമോൺ മൈ ഡിയർ ക്ലാര. ഞാൻ അറിയാതെ എന്റെ താവളത്തിൽ കയറി ആരും വെടിവെച്ചിരിക്കുന്നു. ആരാണ്? ഞാനാ വെള്ളക്കാരാ. ഞാനിങ്ങോട്ട് വന്നോട്ടെ. ഞങ്ങളുടെ കൊല്ലസംഖ്യയിലേക്ക് സ്വാഗതം. താങ്ക് യു വെള്ളക്കാരാ. ഏതാണ് ഈ വേണ്ടവളി? ഞാൻ ഇൻസ്പെക്ടർ ബാബുമോൻ, കടിച്ചാൽ പൊട്ടാത്ത നിയമത്തിന്റെ കാവൽക്കാരൻ. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ കൊലത്തിൽ? പോലീസാണെന്ന് അറിയാതിരിക്കാൻ വേഷം മാറി വന്നതാണ്. പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ചു. ബുദ്ധിമാൻ. വന്നതിന്റെ ദുരുദ്ദേശം? മിസ്റ്റർ കൊള്ളക്കാരൻ, നിങ്ങൾ മോഷ്ടിച്ച വജ്രമാല എവിടെയുണ്ടെന്ന് വേഗം പറയും. പറയാനുള്ളത് വേഗം പറ. അടുത്ത പണി കഴിഞ്ഞ് ബാബുവിന് വിമാനത്തില് അമേരിക്ക ഒച്ചാവക്ക് പോവാനുള്ളതാണ്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ പറയില്ല. മിക്ക പോലീസുകാരാ. മിസ്റ്റർ കൊള്ളക്കാരൻ, എന്റെ ഈ തോക്കിൽ 4 ഉണ്ടയുണ്ട്. അതിലൊരു ഉണ്ട മതി നിങ്ങളുടെ ഈ കൊക്കിനെ തീർക്കാൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തോക്കിൽ മൊത്തം 12 ഉണ്ടയുണ്ട്. ഐഡിയ. അങ്ങനെയാണെങ്കിൽ ആ തോക്ക് എനിക്ക് തരുമോ? തന്നാൽ ഈ തോക്ക് ഞാനും തരാം. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഡീൽ ഓർ നോ ഡീൽ? യെസ്, ഡീൽ. എന്നാ എന്റെ തോക്ക് ഞാൻ തോക്ക് തരൂ. ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് സാധ്യമല്ല മിസ്റ്റർ ബാബു. ഇപ്പോൾ നിങ്ങളും ഈ തോക്കും എന്റെ കസ്റ്റഡിയിൽ. ഓഹോ, അപ്പോ ഈ സൈസ് ഉടായ്പാണല്ലേ ഇടയിൽ. വെറുതെ അല്ല നിങ്ങളെ കൊള്ളക്കാരൻ എന്ന് വിളിക്കുന്നത്. ഏതായാലും വന്ന കാര്യം നടക്കാത്ത സ്ഥിതിക്ക് ഞാനങ്ങോട്ട്. എങ്ങോട്ട്? സ്റ്റോപ്പ് ഇറ്റ് ഇൻസ്പെക്ടർ ബാബു. എന്റെ സങ്കേതത്തിൽ വന്നവരാരും ഇന്നുവരെ ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ഇവരെ പിടിച്ചു കിട്ടി നമ്മുടെ മുതലക്കുളത്തിൽ എറിയൂ.
ബോസ് എന്തിനാ ബോസ് നമ്മുടെ കറണ്ട് ബില്ല് വന്നു 5665 രൂപ. എന്ത് 5665 രൂപയോ? ആ വെറുതെ ഈ ബൾബെല്ലാം കൂടെ കത്തിച്ച് കാലയുടെ കൂടെ ഡിസ്കോ കളിക്കുമ്പോ ഓർക്കണമായിരുന്നു. അയ്യോ അമിത കറണ്ട് ചാർജ് ഈടാക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിന് ഇതൊരു പണമായിരിക്കട്ടെ. ബോസ് എത്ര ശ്രമിച്ചിട്ടും മുതലാളിക്ക് ഇയാളെ വിടാൻ പറ്റുന്നില്ല ബോസ്. അതെന്താണ് മിസ്റ്റർ ലിഗു? ഇയാളുടെ കൈ ഇങ്ങനെ ബ്രാക്കറ്റ് പോലെ ഇരിക്കുന്നത് കൊണ്ട് മുതലാളിക്ക് അരവരെ വിടാൻ പറ്റുന്നുള്ളൂ ബോസ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം മുറിച്ച് നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുക്കൂ. കൊള്ളക്കാരന്മാരെ ഇതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കും. ദൈവമല്ല ദേവൻ. ആ വജ്രമാല എനിക്ക് തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കുതിരയെ തടവി തഴമ്പ് പിടിച്ച കൈയാണിത്. ഈ കൈയിന്റെ ചൂട് നിങ്ങൾ അറിയും. അനങ്ങിപ്പോകരുത്. ആ തൂക്ക് താഴെ ഇടുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ കത്തി കൊണ്ട് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ആ തൂക്ക് താഴെ പറഞ്ഞത് പെട്ടുപോയല്ലോ ഈശ്വര. തോക്ക് ഞാൻ താഴെയിട്ടു. ഇനി ഞാൻ ശരി പറയാതെ ആരും അനങ്ങിപ്പോകും. താങ്കളുടെ കയ്യിലിരിക്കുന്ന വജ്രമാല മര്യാദയ്ക്ക് ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ശീഘ്രമാവട്ടെ. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട വജ്രമാല. ഈടാ ഇനി നിനക്ക് രക്ഷയില്ല. പ്ലീസ് എന്നെ കൊല്ലല്ലേ. എന്നെ കൊല്ലാൻ പിന്നെ ഞാൻ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കൊള്ളക്കാരനെ ഇത്ര വേഗം കീഴടക്കി ഇത്ര ധൈര്യം കാണിച്ച നിങ്ങൾ ആരാണ്? ഈ മറുപടി മാറ്റിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലാവും. ഞാൻ CID ഉണ്ണി. നിങ്ങൾ? ഞാൻ ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടർ ദേവൻ. ഞാൻ വേറെ ബ്രാഞ്ചുകളൊന്നുമില്ലാത്ത ഇൻസ്പെക്ടർ ബാബു. എന്ത്? നിങ്ങൾ ചത്തിട്ട് ഇനിയും മരിച്ചില്ല? കാരണം ഈ ബുള്ളറ്റ് പ്രൂഫ്. ഓയ് ഇത്രയും ചെറ്റപ്പൊക്കെ ഉള്ള നിങ്ങളാരാ? ഐ വിൽ എക്സ്പ്ലെയിൻ. ഈ കേസിന്റെ അന്വേഷണം നിങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഗവൺമെന്റ് നിയമിച്ച CBI ഓഫീസറാണ് ഞാൻ, രാജൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ തന്തപ്പടി പോടാ വേണ്ട. രാജൻ നമ്പ്യാർ. എന്റെ അച്ഛനാരാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ നാട്ടിലുള്ള പല അച്ഛന്മാരുടെയും പേര് പറഞ്ഞ കൂട്ടത്തിൽ രാജൻ നമ്പ്യാർ എന്ന ഈ പേരും ഞാൻ ഓർക്കുന്നു. എന്റെ അമ്മയും എന്നോട് ഈ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ പെറ്റതല്ലേ ഈ വൃത്തിയട്ട പേര് തന്നെയാ എന്നോടും പറഞ്ഞേ. അത് മാത്രമല്ല, എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ മദ്യപിച്ചിരുന്ന ഗ്ലാസ് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. താൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ പണ്ട് കുടിച്ച മദ്യത്തിന്റെ കാലിക്കുപ്പി ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. ഗ്ലാസും കുപ്പിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അന്ന് അതിലൊഴിച്ച വട്ട് സോഡയുടെ നീലമുണ്ട ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീബറാജിൽ നിന്നും അന്ന് വാങ്ങിച്ച മദ്യത്തിന്റെ ബില്ല് ഇപ്പോഴും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയെങ്കിലും എനിക്കൊരു ദുഃഖം മാത്രമുണ്ട്. കാണാതായ എന്റെ മകൾ അവളിപ്പോ എവിടെയാണോ എന്തോ. ഞാനെന്തെയുണ്ട്? അന്ന് അച്ഛൻ വെള്ളമടിച്ചപ്പോൾ ടച്ചിങ് സാൻഡ് ഉപയോഗിച്ച് ഉപ്പിലിട്ട ആ മാങ്ങയുടെ മാങ്ങാണ്ടി ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്റെ പൊന്നു പെങ്ങളെ, ഏതായാലും എന്റെ പഴയ ഗ്ലാസും ടച്ചിങ്സും സോഡയും ഒക്കെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയാക്കി മാറ്റാം. അതെത്തിയേ